അപകടത്തിൽ മരണപ്പെട്ട മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് നേരെ വീണ്ടും സൈബർ ആക്രമണം. രേണു സുധി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റിയാക്ഷൻ വീഡിയോയ്ക്ക് താഴെയാണ് അധിക്ഷേപകരമായ കമന്റുകൾ നിറയുന്നത്. ഇൻസ്റ്റഗ്രാം റീൽസ് താരമായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമാണ് രേണു വീഡിയോ ചെയ്തത്. ചാന്തുപട്ടി സിനിമയിലെ ചാന്തു കുടത്തിനൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിന്റെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ എന്തെന്നറിയില്ല, കടപ്പുറത്ത് ആയിരുന്നു ഇവരുടെ ചിത്രീകരണം. വീഡിയോയിൽ വളരെ റൊമാൻറ്റിക് ആയ രേണുവിനെയും ദാസേട്ടനെയും കണ്ടപ്പോൾ ആൾക്കാർക്ക് കലി കന്നു. പക്ഷേ പ്രകോപനത്തിന് കാരണം ഭർത്താവ് മരിച്ച സ്ത്രീയെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു അടുത്ത കമന്റ്. നിരവധി പേർ രേണുവിനെ അധിക്ഷേപകരമായ കമന്റുകൾ തന്നെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടെന്താ കാര്യം, വീഡിയോ വളരെയധികം മോശമായി പോയെന്ന് സുധിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നുമാണ് ഒരാളുടെ കമന്റ്. സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും? സുധിച്ചേട്ടൻ്റെ ആത്മാവ് വളരെ വിഷമിക്കില്ലേ? സുധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മറ്റുള്ളവരുടെ കമന്റ്. എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം, വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ നിനക്ക് എന്നാണ് ദാസേട്ടന് എന്ന് പറഞ്ഞു വേറൊരു കമന്റ്. അങ്ങനെ ഒരു പെണ്ണ് എന്താണ് ഇങ്ങനെ കാണിച്ചു എന്ന് വേറൊരാൾ കമന്റ് ഇട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്നാണ് ഒരാൾ പറയുന്നത്. പകരം ശൂന്യമായ സമൂഹത്തിൽ ജീവിച്ച് നല്ല വീഡിയോകൾ എടുത്ത് ജീവിച്ചൂടെ എന്നാണ് വേറൊരാളുടെ കമന്റ്. വളരെ സന്തോഷം, ഒരു നല്ല മനുഷ്യൻ്റെ പേരും പറഞ്ഞ് കുറേ ക്രോപ്രായം കാണിച്ച് കാശ് ഉണ്ടാക്കുന്നതല്ല, കുറച്ചൊക്കെ ആലോചിക്കണം. സുധിച്ചേട്ടനുള്ളപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തതെങ്കിൽ ഞങ്ങൾ 2 കൈയും നീട്ടി നിങ്ങളെ സ്വീകരിച്ചെന്ന്. ഇതിപ്പോൾ എന്തിനോ വേണ്ടി വീർപ്പുമുട്ടി ഇത്ര കാലം ഇരുന്നെന്ന് ആയി തോന്നി നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലേ? അങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത്. അത് സുധിച്ചേട്ടന് മലയാളികളുടെ മനസ്സിലെ സ്ഥാനം മനസ്സിലാക്കി ഇരുന്നു ആളുകളാണ്. നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലത് ആണെന്നാണ് ചിലർ പറയുന്നത്. എനിക്കിത് വളരെ മോശമായി തോന്നി. കുറേ ആളുകൾ നിങ്ങളെ സഹായിച്ചു, ഇപ്പോൾ സ്വന്തം വീടുണ്ട്, മോൻ പഠിക്കുന്നു, അതിൻ്റെ ചില ഫ്ലവേഴ്സ് TV നോക്കുന്നു, ജീവിക്കാൻ വേണ്ടി എന്ത് ജോലി ചെയ്തൂടെ എന്നാണ് കുറേ പറയുന്നത്. കരയാനും പാടില്ല, ഹാപ്പി ആകാനും പാടില്ല. പക്ഷേ നിങ്ങൾക്ക് മലയാളിയുടെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട്, അത് സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള പേരിൽ. ആ സ്നേഹം കളയരുത് പ്ലീസ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം രേണുവിനെ അഭിനന്ദിച്ചും ചേർത്ത് പിടിച്ചും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ട് എന്നും ഭർത്താവ് മരിച്ച സ്ത്രീ കരഞ്ഞ് വീട്ടിലിരിക്കണം എന്നും പറയുന്നവരോട് പോകാൻ പറ എന്നുമാണ് പലരും കമന്റ് ചെയ്യുന്നത്. ഭർത്താവ് മരിച്ചെന്ന് കരുതി വെള്ളസാരി ഉടുത്ത് ഇന്നും വീട്ടിലിരുന്ന് കരയണമെന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ രേണുവിനോട് പറയുന്നുണ്ട്. അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ വർഷമാണ് വാഹനാപകടത്തിൽ കൊല്ലം സുധി മരണപ്പെട്ടത്.